Hi guys, welcome back to my YouTube channel. So it's been 2 months since I uploaded a video. കാരണം ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഡേ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾക്ക് ഡ്രാഫ്റ്റിങ്ങിന്റെ എക്സാം വന്നു. അതിന് യൂണിവേഴ്സിറ്റി എക്സാം ഇല്ല ആ സബ്ജക്റ്റിന്. സോ ഞങ്ങളുടെ കോളേജിൽ എങ്ങനെയാന്ന് വെച്ചാൽ ദർ ഇസ് 30 ഡോക്യുമെന്റ്സ്. ആ 30 ഡോക്യുമെന്റ്സ് ക്ലാസ് ടെസ്റ്റ് ആയിട്ട് അവർ കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഒരു പെർ ഡേ 4 ഡോക്യുമെന്റ്സോ 3 to 4 ഡോക്യുമെന്റ്സ് ഒക്കെ ആയിരിക്കും ഒരു ഡേ നടത്തുന്നത്. സോ അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ റെക്കോർഡ് സബ്മിഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഫുൾ റഷ് ആയിരുന്നു. പിന്നെ സെമസ്റ്റർ എൻഡിങ് ആയിരുന്നു. അപ്പോൾ ഫുൾ തിരക്കായിരുന്നു. സെമസ്റ്റർ കഴിഞ്ഞു. ഇപ്പം 8th സെം ആയി. അതിന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. ബട്ട് ദെൻ വെക്കേഷൻ ആയി. വെക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, സ്റ്റഡി ലീവ് എന്ന് പറയാം. കാരണം 16th ഞങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. 7th സെമസ്റ്റർ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് നൗ MG യൂണിവേഴ്സിറ്റി ഇസ് ഓൺ ട്രാക്ക്. കാരണം യൂഷ്വലി ഞങ്ങളിപ്പം ഒരു 3rd സെമസ്റ്റർ ആണെങ്കിൽ 1st സെമസ്റ്ററിന്റെ എക്സാം വരുന്നേ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ. സോ ഇപ്പൊ പക്ഷെ എവറിത്തിങ് ഇസ് ഇൻ ഓർഡർ. എല്ലാം കറക്റ്റ് ആയിട്ടാണ് നടക്കണേ. കറക്റ്റ് 7th സെമസ്റ്റർ കഴിഞ്ഞു. വിത്തിൻ കുറച്ച് ഡേയ്സ് എക്സാം ഡിക്ലെയർ ചെയ്തു. സോ എവറിത്തിങ് ഇസ് ഓൺ ട്രാക്ക്. അപ്പൊ ഇന്നും ദാറ്റ് അപ്പാർട്ട് ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ആയിരിക്കും. ആസ് യൂഷ്വൽ ഐ ടേക്ക് യു ഗൈസ് വിത്ത് മീ. പിന്നെ അന്ന് ചെയ്യാത്തൊരു കാര്യം ഞാൻ ഇപ്പൊ ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേക്കുമ്പോ, രാവിലെ അല്ല ഉച്ചയാവാറായി. അപ്പം അന്ന് ചെയ്യാത്ത ഒരു കാര്യം ഐ ഡു എവറി ഡേ നൗ ആൻഡ് ഐ വാണ്ടഡ് ടു ഷെയർ ഇറ്റ് വിത്ത് യു ഗൈസ്. കാരണം പണ്ട് അമ്മ എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു കാര്യമായിരുന്നു, ഇത് ചെയ്യണം, രാവിലെ എണീറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് ചെയ്യണമെന്ന്. ബട്ട് ഐ റെഫ്യൂസ് ടു ഡു ഇറ്റ്. കാരണം എനിക്കെന്തോ അത് ചെയ്ത് കഴിയുമ്പം അന്നെന്തോ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നില്ല. സോ ദ തിങ് ഈസ് ടു മേക്ക് യുവർ ബെഡ്. കാരണം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫുൾ ക്ലംസി ആയിരിക്കും ബെഡ്. Nobody sleeps in one position and wake up at that position itself. അത് ക്ലീൻ ആക്കി എല്ലാം ബെഡ്ഷീറ്റ്സ് ഒക്കെ ഫോൾഡ് ചെയ്ത് വെച്ച് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് അത് കണ്ടു കഴിയുമ്പോൾ തന്നെ വിൽ ഫീൽ ലൈക്ക് എവറിത്തിങ് ഈസ് ഇൻ ഓർഡർ, ഓർഗനൈസ്ഡ്. ആ ഒരു മൈൻഡ് സെറ്റ് രാവിലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് ഫോർ കണ്ടിന്യൂയിങ് ഇറ്റ് ത്രൂ ഔട്ട് ദ ഡേ, എല്ലാം ചെയ്യാനായിട്ട്. സോ I wanted to share it with you guys. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവന്ന ഒരു സ്മോൾ ചേഞ്ച് ആണ്. പക്ഷെ ഇറ്റ് ഹാഡ് എ ഡിഫറൻസ്. സോ I'll show you. So this is how I arrange my bed. പിന്നെ ഇത് എൻ്റെ അത്രയും തന്നെ പ്രായമുള്ള ടെഡിയാണ്. സോ ദിസ് ഇസ് ഇറ്റ്. പിന്നെ ഞാൻ മോസ്റ്റ്ലി ഇത് ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ. കാരണം അങ്ങനെ ചെയ്യുമ്പോഴും ഐ ഡോണ്ട് നോ, ഐ ഫീൽ ഗുഡ് എവറി മോർണിംഗ്. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ മൈ മോം ലവ്സ് ടു പ്ലാന്റ്സ്. കണ്ടോ, ഇത് ഐ ഡോണ്ട് നോ ഇത് എന്ത് ചെടിയാണെന്നൊന്നും, പക്ഷെ ഇറ്റ്സ് നൈസ്. ഇതിൻ്റെ റൂട്ട്സ് ഇങ്ങനെ ഈ വിൻഡോയിൽ കൂടെ കയറി അങ്ങനെ അത് മേലെ വരെ എത്തിയിട്ടുണ്ട്. ദെൻ ഹിയർ ഇവിടെ ഒരു ചീരയായിരുന്നു നേരത്തെ, ബട്ട് നൗ ഇറ്റ്സ് കറിവേപ്പില. ചീര എവിടെ പോയെന്ന് എനിക്കറിയില്ല. ദെൻ ഇത് വേറെ എന്തോ ഒരു പ്ലാന്റാ, ഐ ഡോണ്ട് നോ. ദെൻ ഇവിടെയൊക്കെ പ്ലാന്റ്സ് ഉണ്ട്. ഇവിടെയും കുറേ പ്ലാന്റ്സ് ഉണ്ട്. ദിസ് സെക്ഷൻ ഐ ലൈക്ക്. സീ, ഇറ്റ്സ് ഗുഡ്. ഇനി നമുക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് നോക്കണം ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ആൻഡ് പനീറായിരുന്നു. സോ പനീർ ഒന്ന് ഹീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓവനിൽ വെച്ചു. സോ ഐ എം ഡൺ ഈറ്റിംഗ്. ഇനി കോഫി ഉണ്ടാക്കണം. With me, 'cause you know I'm borrowing right now.
സോ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ദെൻ കോഫി ഉണ്ടാക്കി. സോ ഫോർ മീ കോഫി ഈസ് വെരി എസെൻഷ്യൽ ഒരു ഡേയിൽ. കാരണം ഹെവി ഹെഡേക്ക് ആയിരിക്കും ഈ സൈഡും പിന്നെ ബാക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ വേനെടുക്കും. യൂഷ്വലി ചായ കുടിക്കണവർക്കാണ് ഇങ്ങനെ അഡിക്ഷൻ പോലെ കാണുന്നത്. പക്ഷേ എനിക്കെന്തോ ഒരു ഡേയിൽ ഇന്ന ടൈമിലൊന്നുമില്ല, കറക്റ്റ് 4 മണി അങ്ങനെയല്ല. ബട്ട് ദെൻ ഒരു ഡിസിനെസ്സും ഒരു എനർജി ഉണ്ടാവില്ല. യാ സോ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ദെൻ ഐ തോട്ട് ഐ വിൽ വാച്ച് എ മൂവി. നെറ്റ്ഫ്ലിക്സിൽ ഞാൻ ലിസ്റ്റിലിട്ട് വെച്ചായിരുന്ന ഒരു മൂവി ഉണ്ടായിരുന്നു, ഡോണ്ട് മൂവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിരുന്ന് കണ്ടു. ദെൻ ഐ എം ഗോയിങ് ടു ഷവർ. കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചോറ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ ഇന്ന് ചോറിന് നല്ല ചീരത്തോരൻ ആൻഡ് കൊഴുവ ഫ്രൈ ആയിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് വീണ്ടും കുറേ നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്തു. പിന്നെ ഇനി എന്തെങ്കിലും ചെയ്യണമെന്നായി. അപ്പോൾ ഞാൻ പിന്നെ എന്നാൽ റെഡിയായിട്ട് ദീദിയുടെ അടുത്തേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ മെട്രോയിലായിരുന്നു പോകുന്നത്. ഷീൽ കം അറ്റ് പുളിഞ്ചോ ടു പിക്ക് മീ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം റെഡിയായി ഇറങ്ങി. ഇതാ നമ്മൾ ഓറ ലൈഫ് സ്റ്റൈൽ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ആംബിയൻസ് ഇസ് വെരി കാമിങ് ആക്ച്വലി. പിന്നെ ഇപ്പോൾ ഞങ്ങൾ വരണ വഴി ഒരു കോഫിയും കൂടെ കുടിച്ചു. ഞാൻ കോഫി കുടിച്ചു, ദീദി ചായ കുടിച്ചു, എന്നിട്ട് നമ്മളെത്തി. ദിസ് ഇസ് എ ക്യൂട്ട് കോർണർ ഷീ ഹാവ് സെറ്റപ്പ്. ആക്ച്വലി ഇവിടെ എല്ലാ കോർണേഴ്സിലും എല്ലാ സ്ഥലത്തും ഓരോരോ ഫ്രെയിംസാണ്. ഇറ്റ്സ് വെരി നൈസ് ഹിയർ. ഇവിടെ കുറേ പോസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ബുക്സ് എല്ലാം റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങളെന്നാൽ ഫുഡ് കഴിക്കാൻ ഇറങ്ങാമെന്ന് എഴുതി റെഡിയായി ഇറങ്ങി. കാവയിലാണ് ഫുഡ് കഴിക്കാൻ പോണേ. ഇറ്റ്സ് എ നിയർ ബൈ റെസ്റ്റോ കഫേ. കാവയിലെ പിടിയും കോഴി എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു ഞങ്ങൾ പോയത്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോയതായിരുന്നു, പക്ഷെ ഇവിടെ അത് തീർന്നു. സോ ദാറ്റ് ബി ദ എൻഡ് ഓഫ് ദ വ്ളോഗ്. ഇന്ന് ബേസിക്കലി ഒരു ഗുഡ് പീസ്ഫുൾ ഡേ ആയിരുന്നു. ഇന്ന് റെസ്റ്റ് ഡേ ആയിരുന്നു, കാരണം പാസ്റ്റ് 3 days ഒക്കെ ഫുള്ള് ലാപ്പിൽ നോക്കി വർക്കായിരുന്നു. നൗ ഇന്നത്തോടെ പീസ്ഫുള്ളായിട്ടുണ്ട്. കാരണം എനിക്കിങ്ങനെ കുറേ ഡേ അടുപ്പിച്ച് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡേ എന്തായാലും റെസ്റ്റ് ഡേ വേണം. ഇപ്പം എക്സാംസ് വരുവാണെങ്കിൽ ആ ഒരു 2 weeks ഫുള്ള് സ്ട്രെയിൻഡ് ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഡേ ഇങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ എല്ലാം ബാക്ക് ടു നോർമലാവും. അപ്പോൾ അങ്ങനെ സോ ഇറ്റ് വാസ് വെരി നൈസ്. സോ I'll be going to bed now. So good night guys.